നമ്മൾ ചെയ്യാൻ പോകുന്ന അഡീഷൻ 2 + 1 എത്രയാണെന്ന് കാണണം. അപ്പോൾ 2-ന് 2 1ഉം പ്ലസിന് പകരം ഡീലിമിറ്ററായ ബി കൊടുത്തു, 1-ന് പകരം ഒരു 1 കൊടുത്തു. ഇനി ഇതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാൻ പോകാം. ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ Q0-ലിരുന്നു. Q0-ലിരുന്നുകൊണ്ട് എന്താ പറഞ്ഞത്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ബ്ലാങ്ക് സിമ്പിൾ ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു ഡിജിറ്റ് എഴുതുവാണ്, 1-നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 0 1 എന്ന്. പക്ഷേ നിങ്ങൾ 0 1 എന്ന് എഴുതിയാലും 1 തൊട്ടല്ലേ തുടങ്ങുള്ളൂ, എന്നാൽ ഇങ്ങോട്ട് ബ്ലാങ്ക് ഉണ്ടെന്ന് അറിയുകയും ചെയ്യാം. അതുപോലെ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് Q0 സ്റ്റേറ്റിൽ ഇരുന്നുണ്ട്. നമ്മൾ 1 കണ്ടു കഴിയുമ്പോൾ എന്താ ചെയ്തിട്ടിരുന്നത്, ആ 1 അങ്ങനെ തന്നെ നമുക്ക് വെച്ചോണ്ട് എവിടം വരെ പോകണം, ഈ ബി വരെ പോകണം. അപ്പം Q0-ലിരുന്നുണ്ട് എത്ര 1 കണ്ടാലും 1 അങ്ങനെ തന്നെ വെച്ചോണ്ട് എങ്ങോട്ട് പോകണം, റൈറ്റിലേക്ക് പോകണം. അതായത് ഈ 1-നെ കണ്ടു, ഓക്കെ, അതിനെ അങ്ങനെ തന്നെ എടുത്തു, അങ്ങനെ തന്നെ എടുത്തു. വീണ്ടും അടുത്ത 1-നെ കണ്ടു, വീണ്ടും അങ്ങനെ തന്നെ എടുത്തു. അങ്ങനെ എത്ര 1 കാണുന്നോ അതിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലോട്ട് പോകണം. അതിനാണ് ഇവിടെ സെൽഫ് ലൂപ്പ് ഇടുന്നത്. ഇനി സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ കണ്ട് പോകുമ്പം റൈറ്റിലേക്ക് പോയി 1 കണ്ടു. പിന്നെ എന്താ കണ്ടത്, ബ്ലാങ്ക് സിമ്പിൾ കണ്ടു. ബ്ലാങ്ക് സിമ്പിൾ കാണുമ്പോൾ എന്ത് ചെയ്യണം, ഈ 1 നമ്മൾ അങ്ങനെ തന്നെ എടുത്തു, ഈ 1 അങ്ങനെ തന്നെ എടുത്തു. ഇനി ബ്ലാങ്ക് സിമ്പിളിനെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, 1 വെച്ച് റീപ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് ബ്ലാങ്ക് സിമ്പിളിനെ കാണുമ്പം 1 വെച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ട് വീണ്ടും എങ്ങോട്ട് പോകണം, റൈറ്റിലേക്ക് പോകണം. 3 1 കിട്ടി, വീണ്ടും എങ്ങോട്ടാണ് പോകേണ്ടത്, റൈറ്റിലേക്ക് പോകണം. അതാണ് ബ്ലാങ്ക് സിമ്പിളിനെ 1 വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോയി. വീണ്ടും നിങ്ങൾ എന്ത് കാണുന്നുണ്ട്, 1 കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ചേഞ്ച് വരുത്തുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്മളൊരു ചേഞ്ച് വരുത്തിയതിന് ശേഷം പിന്നെ എക്സ്ട്രീം റൈറ്റിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്ര 1 കണ്ടാലും 1-നെ അങ്ങനെ തന്നെ വെച്ച് പോവുക. എന്നിട്ട് എപ്പോഴാണോ ബ്ലാങ്ക് സിമ്പിൾ കാണുക, ബ്ലാങ്ക് സിമ്പിളിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ലെഫ്റ്റിലേക്ക് പോകണം. അതായത് ഇവിടെ ഒരു ചേഞ്ച് വരുത്തി, ബി ചേഞ്ച് ചെയ്ത് 1 ആക്കി. അതിനുശേഷം എത്ര 1 കാണുന്നോ അത്രയും നേരം ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് പോകണം. എന്നിട്ട് എപ്പോൾ ബ്ലാങ്ക് കാണുന്നോ അപ്പോൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ബ്ലാങ്ക് കണ്ടു കഴിയുമ്പോൾ ലെഫ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ബ്ലാങ്ക് കണ്ടു കഴിയുമ്പോൾ ലെഫ്റ്റിലെത്തി. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞത്, ബ്ലാങ്ക് കണ്ടു കഴിഞ്ഞ് തൊട്ട് മുന്നിലുള്ള ആളിനെ എന്താക്കണമെന്നാണ് പറഞ്ഞത്, അതിനെ ബ്ലാങ്ക് ആക്കണമെന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ Q2-ലിരുന്ന് 1